പിഷാരടി ഒരു കഴുതയായിട്ട് പുനർജനിച്ചു. ഓ ആ ഈ കഴുത അവിടെയുള്ള എല്ലാ മൃഗങ്ങളുടെ അടുത്ത് നടന്ന് കോമഡി പറഞ്ഞു. കഴുത കോമഡി കരഞ്ഞു തീർക്കുന്നാണല്ലോ. കറക്റ്റ്. ഇതേ നിലവാരമില്ലായ്മ തന്നെയായിരുന്നു കഴിഞ്ഞ ജന്മത്തിലും ആ കഴുത പറഞ്ഞു നടന്നത്. അതുകൊണ്ട് ഒരു ആന ആ കഴുതയെ ചവിട്ടിക്കൊന്നു. പിന്നീട് ഒരു കുരങ്ങായി പിഷു ജനിച്ചു. എല്ലാ ചാനലുകളും നടന്ന് കോമഡി, ചാനലല്ല ഈ എല്ലാ മരങ്ങളിലും കയറി നടന്ന് കോമഡി പറയാൻ തുടങ്ങി. പിന്നെ സിദ്ധൻ പോരാൻ നേരത്തെ എന്നോട് പറയാണ്, ഒന്ന് ശ്രദ്ധിക്കണം, പിഷാരുടെ മുന്നിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ തലർത്ത് കളഞ്ഞല്ലേ, അപ്പൊ ഈ ജന്മത്തിൽ പിഷാരടി എന്നെ കൊല്ലുവത്രേ. നമ്മള് തമാശ ഇപ്പൊ ഈ ഫ്ലോറിൽ തമാശക്ക് വേണ്ടി നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്, അല്ലാതെ സിദ്ധം പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആരെയും കൊല്ലുമൊന്നുമില്ല. അതിനുള്ള മനസ്സൊന്നും പുള്ളിക്കില്ല. ഈ സിദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടാണ്. ഇല്ല സുഹൃത്തെ, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഒരാളെ കൊല്ലാൻ പോകുന്ന മനസ്സുള്ള ഒരാളല്ല. അത് തന്നെയല്ല, ഞാൻ എന്തിനാണ് നിങ്ങളെ കൊല്ലേണ്ടി വരുന്നത്? അല്ല, നമ്മ തമ്മിൽ ചില സമയത്ത് തമാശയൊക്കെ പോരെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂടെ വഴക്കിടാറില്ലേ? തമാശ പോരെന്ന് പറഞ്ഞ് വഴക്കിടുന്നു, അത് കൊല്ലൊന്നുമില്ല. പക്ഷെ എനിക്കിപ്പോ സ്വാമി പറഞ്ഞതിനോട് എനിക്ക് സാദൃശ്യം തോന്നുന്നുണ്ട്, എന്നെ കൊല്ലുന്നു. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ നിങ്ങളുടെ തമാശ പോരാന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കൊല്ലാനല്ലായിരുന്നു പ്ലാൻ. പിന്നെ നിങ്ങൾ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ നമ്മൾ ഒരാഴ്ച ഒന്നിച്ച് താമസിച്ച് ഈ ഒരാഴ്ചയും പല തവണകളിലായിട്ട് നിങ്ങളോട് പലതരം തമാശകൾ പറഞ്ഞൊരു തമാശയുടെ നിർമ്മാണം, അതെങ്ങനെ പറയണം, എങ്ങനെ പറഞ്ഞാൽ ഈ തമാശ ഏക്കെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും തമാശകൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒരാഴ്ച ഒരു ട്രെയിനിങ് തന്ന് ഇവിടെ കൊണ്ടുവരാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് സിദ്ധനും പറഞ്ഞത്. നിന്നെ ഇഞ്ചിഞ്ചായിട്ടേ അവൻ കൊല്ലുള്ളൂ.